അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും പാപത്തിൻ്റെ കുറ്റത്തിൽ നിന്നും എന്നെ നിങ്ങളെ വിടുവിച്ച് നടത്തുന്ന ദൈവം, പാപത്തിൻ്റെ സാന്നിധ്യം കുടികൊള്ളുന്ന ലോകത്തിൽ, പാപത്തിൻ്റെ സാന്നിധ്യം വസിക്കുന്ന ശരീരത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ അതൊന്നും തൊടാതെ വണ്ണം, അത് നമ്മുടെ മേൽ ആധിപത്യം പുലർത്താതെ വണ്ണം, അതിന്മേൽ ആധിപത്യം പുലർത്തി ജീവിപ്പാൻ ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കായി കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വർത്തമാന കാലത്തിൽ സ്തോത്രം, ഞാനും നിങ്ങളും നമുക്ക് തന്ന രക്ഷ, ആത്മാവിൻ്റെ രക്ഷ, അത് ദിനംതോറും അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ദേഹിയുടെ രക്ഷ നമ്മൾ ഉറപ്പാക്കി ജീവിക്കണം. സ്തോത്രം. അതുകൊണ്ടാണ് 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് ആ കൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പോൾ ഇത് ശിക്ഷിച്ച് വളർത്തുന്ന കാലഘട്ടമാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ശിക്ഷണം എവിടം വരെ ഉണ്ട്? ഈ ഭൂമിയിൽ തരുന്ന ആയുസോളമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ വിചാരിച്ചു ഒരിക്കൽ രക്ഷിക്കപ്പെട്ട എല്ലാം ശരിയാവുന്നില്ല ദൈവമക്കളെ. ഓരോ ദിവസവും നമ്മെ പഠിപ്പിക്കുന്ന ദൈവം നമുക്കുണ്ട്. പരീക്ഷകളുണ്ട്, ഇതെല്ലാം പാസ്സാകണ്ടേ? സ്തോത്രം. ഹല്ലേലൂയ. അതാണ് 2-ാമത്തെ സ്തോത്രം, ശിക്ഷിച്ചു വളർത്തുന്ന കാലം. അത് നമ്മുടെ ജീവിതത്തിൽ അതിനും ദൈവപ്രത്യക്ഷത ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ശിഷ്യന്മാരെ ഉറപ്പിക്കുന്ന അധ്യായങ്ങളാണ് 14, 15, 16, 17 ലോർഡ്സ് പ്രയർ, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. 14-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ ഒന്നും അനാഥരായിട്ട് വിടത്തില്ല, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോൾ ദൈവ സാന്നിധ്യം, യേശു സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ ഭൂമിയിലേക്ക് 50-ാമത്തെ നാളിൽ ആര് വന്നു? ഈ പറഞ്ഞ ആൾ വന്നു. തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവ് ആളത്വമാണ്. സ്തോത്രം. ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് സത്യത്തിൻ്റെ ആത്മാവെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. 2-ാമത് പറയുന്നത് കംഫർട്ടർ. ഹല്ലേലൂയ. അപ്പോൾ എന്നോടും നിങ്ങളോടും ചോദിച്ചാൽ പറയണം, ആശ്വസിപ്പിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്.